ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു എഗ്ലെസ് പ്ലം കേക്ക് ചെയ്താലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എനിക്കൊരുവിധം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും എങ്ങനെയാണ് കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നതെന്ന്. എന്നാലും ഞാനൊന്നുകൂടി ഞാൻ ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം. ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അനക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഏറ്റവും ലോ ഫ്ലെയിമിലാണിപ്പോൾ ഇത് കിടക്കുന്നത്. അപ്പോൾ ഹീറ്റ് വളരെ കുറഞ്ഞ് ഇതിങ്ങനെ കുറച്ച് സമയം ഇരുന്നോട്ടെ. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലുള്ള പഞ്ചസാരയെല്ലാം പതിയെ അങ്ങ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം എപ്പോഴും ചെയ്യാനായിട്ട്. ഇത് കണ്ടിന്യൂസ് നമ്മളിത് ഇളക്കി കൊടുക്കുക. അപ്പോൾ പതിയെ പതിയെ അത് മെൽറ്റായിട്ട് വരും. ഈ പഞ്ചസാര മുഴുവൻ നല്ലതുപോലെ മെൽറ്റായി വരണം. ഫുൾ ടൈം നമ്മൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കൂടുതൽ ഒരിക്കലും കരിഞ്ഞു പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചധികം സമയം എടുത്ത് വേണം നമ്മളിത് കാരമൽ ചെയ്യാനായിട്ട്. ഇത് കണ്ടു, ഇതിൽ ഷുഗർ മുഴുവൻ നല്ലതുപോലെ മെൽറ്റായി കഴിഞ്ഞു. ഒരു ചെറിയ ബ്രൗൺ നിറമൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമ്മളിത് വളരെ ശ്രദ്ധിക്കണം. ഇതുണ്ട്, ഇതുപോലെ പതിയെ ഇപ്പോൾ പതിയെ പതഞ്ഞ് വന്നു തുടങ്ങി. ഇപ്പോൾ അതിന് ആ പത കണ്ടു, ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണിപ്പോൾ. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണിപ്പോൾ. ഒട്ടും കൂടുതൽ ഇതായി പോവാതെ നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളതിൻ്റെ മേളിലത്തെ ആ ഭാഗം കണ്ടാൽ അറിയാം ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ നിറം മാറി പതിയെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരാൻ തുടങ്ങി. ഈ സ്പീഡിൽ നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം അതിനകത്തേക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടെ ഒന്നാവാനുണ്ട്. നല്ല ചൂടുള്ള വെള്ളം വേണം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുണ്ടോ, ഇപ്പോൾ നമ്മുടെ പതയ്ക്ക് നല്ല ബ്രൗൺ നിറം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം ചൂടാക്കി വെച്ചത് നമുക്ക് കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് പെട്ടെന്ന് അങ്ങ് ഇതായിട്ട് വരാൻ തിളച്ചങ്ങ് വരും. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമ്മളൊന്ന് മാറി നിൽക്കണം. അപ്പോൾ അതുപോലെ പതിയെ കുറേശ്ശെ ഒഴിച്ച് ഒരു 1/4 കപ്പ് വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണെങ്കിൽ അങ്ങനെ അത്ര പെട്ടെന്ന് കട്ടിയായിട്ട് വരില്ല, കട്ടി പിടിച്ച് പോവില്ല. നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചാൽ ഷുഗർ അങ്ങ് കട്ടയായിട്ട് പോകും. പിന്നെ നമ്മളത് മെൽറ്റ് ചെയ്യാൻ വീണ്ടും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയ ചൂടുവെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കുക. ഇത് അപ്പോൾ ഒരു തേനിൻ്റെ കൺസിസ്റ്റൻസി വരെ ആക്കുന്നവരെ നമ്മളതിനെ വറ്റിച്ചെടുക്കണം. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട, ഒരു കുറച്ച് സമയം തിളച്ചാൽ മതി. 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേനും നമുക്കതിൽ ഒരു തേനിൻ്റെ പരുവത്തിൽ വേണം കിട്ടാൻ. നല്ലപോലെ ഒത്തിരി കട്ടയായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് വെള്ളം പോലെ ആവുകയും ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്ക് കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനൊരു ബൗളിലേക്ക്, ഞാനൊരു അരിപ്പയിലേക്ക് ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഗ്രാമ്പു പൊടിച്ചതാണിത്. ഗ്രാമ്പു പൊടിച്ചത് ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി കറുവപ്പട്ട പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. കറുവപ്പട്ട ഇഷ്ടമില്ലാത്തൊരു വേണമെങ്കിൽ കറുവപ്പട്ട ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ഇടാൻ കേട്ടോ. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്.
അതിലേക്ക് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് ടോട്ടൽ 1 കപ്പ് പാൽ വേണം. ഇനി നമ്മൾ ബാക്കി അരക്കപ്പ് അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് അരക്കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തു. അരക്കപ്പ് പാലും അരക്കപ്പ് ഓയിലും ഒഴിച്ചു കൊടുത്ത് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. വിസ്ക് കൊണ്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യണം. ബീറ്റർ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തത്. ഇത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ പഞ്ചസാര മുഴുവൻ അത് മെൽറ്റ് ആവുന്നവരെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ചു വെച്ചത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പല പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ പല പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി അത് പതിയൊന്ന് തിക്കായി വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ബാക്കി 1/2 കപ്പ് പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ബാക്കി വന്ന 1/2 കപ്പ് പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പാൽ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്ത് വേണം നമുക്ക് മിക്സ് ചെയ്യാൻ. ഇതുപോലെ കംപ്ലീറ്റ് പൊടി കുറച്ച് പൊടി ഇടുക, വീണ്ടും പാലൊഴിച്ച് കൊടുക്കുക. തിക്കായി വരുമ്പോൾ വീണ്ടും പൊടി ഇട്ട് കഴിഞ്ഞിട്ട് തിക്കായി വരികയാണെങ്കിൽ വീണ്ടും പാലൊഴിച്ച് കൊടുക്കുക. അങ്ങനെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിതിപ്പോൾ 1/2 കപ്പ് പാല് കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പൊടി മുഴുവൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു 1/4 കപ്പ് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പ് കാരമൽ സിറപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി വീണ്ടും നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. പൊടി ഇട്ടതിന് ശേഷം വളരെ സാവകാശം വേണം മിക്സ് ചെയ്യാൻ. എല്ലായിടും നല്ലതുപോലെ മിക്സായി കിട്ടുകയും വേണം. ഇനി ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഓറഞ്ച് ജ്യൂസിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും കുതിർത്തിരിക്കണം. ഞാനിവിടെ ഓവർനൈറ്റ് കുതിർത്ത ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് നട്ട്സ് കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് അല്പം മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നമുക്ക് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വളരെ സാവകാശം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് റേസിൻസും ഗോൾഡൻ റേസിൻസും ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട്സ്, ക്രേൻബെറി, എന്ത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അവസാനം നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്നുകൂടി ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല തിക്കായിട്ട് ഉള്ള ഒരു ബാറ്ററാണ് കിട്ടുന്നത്. എപ്പോഴും പ്ലം കേക്കിൻ്റെ ബാറ്റർ നല്ല തിക്കായിട്ടിരിക്കണം. ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 160 ഡിഗ്രിയിൽ ഞാൻ ഒരു 55 മിനിറ്റ്സ് എങ്കിലും ബേക്ക് ചെയ്തെടുക്കണം.
ഇപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം.